ഹാർഡ് വർക്ക് ഓർ ലക്ക് എന്ന ടാസ്ക് ലാലേട്ടൻ ഇപ്പൊ അവർക്ക് കൊടുത്തു. ജാസ്മിൻ ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്ന കണ്ടസ്റ്റന്റ് ആയിട്ട് കാണുന്നത് അർജുനെയാണ് കേട്ടോ. ലക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് തോന്നുന്നത് അൻസിബയാണെന്ന് ജാസ്മിൻ പറയുന്നു. അഭിഷേക് ഹാർഡ് വർക്ക് നിൽക്കുന്നത് കൊണ്ട് പറഞ്ഞത് ജിൻഡോയെയാണ്. അതുപോലെ ലക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് പറഞ്ഞത് നോറയാണ്. സിജോ ഹാർഡ് വർക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് പറഞ്ഞത് ജിൻഡോയെയാണ്. അതുപോലെ ലക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് പറഞ്ഞത് അൻസിബയാണ്. അൻസിബി എണീറ്റ് നിന്നിട്ട് ജിൻഡപ്പനെ കുറിച്ച് ഒരു കിടിലൻ സ്പീച്ച് അങ്ങ് വെച്ച് കാച്ചുന്നുണ്ട്. ജിൻഡപ്പൻ കണ്ടന്റിന് ഒരു ക്ഷാമവും ഇല്ലാത്തൊരു കണ്ടസ്റ്റന്റ് ആണ്. അവിടെയും ഇവിടെയും ചെന്ന് ഫയർ ആക്കാൻ നോക്കുന്നുണ്ട്. ഓരോ മിനിറ്റിലും ജിൻഡപ്പൻ കോണ്ടന്റ് ഉണ്ടാക്കാൻ നോക്കുവാണ് എന്നാണ് അൻസിബ മെയിൻ ആയിട്ട് പറയുന്ന ഒരു പോയിന്റ്. ലക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് അൻസിബ പറയുന്നത് നോറയാണ്. നോറ ലക്ക് കൊണ്ട് നിൽക്കുന്നതായിട്ട് പറഞ്ഞത് ജിൻഡോയാണ്. എന്തുവാന്ന് ഓർത്തോണം. എത്തിക്സ് ഇല്ലാതെ കളിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്. അതുപോലെ ഹാർഡ് വർക്ക് അർജുനെ പറയുന്നുണ്ട്. അർജുന് ഹാർഡ് വർക്ക് കൊടുത്താൽ അവർക്ക് തിരിച്ചൊരു ഹാർഡ് വർക്ക് അർജുൻ കൊടുക്കും എന്നാണ് ജാസ്മിനും നോറയൊക്കെ ഓർത്തോണ്ടിരുന്നത്. അങ്ങോട്ടൊരു ഹരം ഇങ്ങോട്ടൊരു ഹരം. പക്ഷെ അർജുൻ ഫാമിലി വീക്ക് കഴിഞ്ഞതോടെ ഗെയിം മാറ്റി എന്നുള്ളത് ഇവരറിയുന്നില്ല. അർജുൻ ജിൻഡോയെ പൊക്കി അടിക്കുന്നുണ്ട്. ജിൻഡോയ്ക്ക് ഹാർഡ് വർക്ക് അവാർഡ് കൊടുക്കുന്നുണ്ട്. ലക്ക് നോറയ്ക്ക് കൊടുക്കുന്നുണ്ട്. നോറയുടെ ഒരു മുഖം കാണണമായിരുന്നു. അയ്യോ, കടന്നൽ കുത്തിയ പോലെ ഉണ്ടായിരുന്നു. ഇതില് സായി ഹാർഡ് വർക്ക് കൊടുത്തത് ജാസ്മിൻ ആണ്. ലക്ക് കൊടുത്തത് അൻസിബയ്ക്ക്. ജിൻഡോ നോറയെ തേച്ചൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നോറയുടെ സെന്റി ട്രാക്കും ഫേക്ക്നെസ്സും ഒക്കെ നല്ല ഒന്നാന്തരമായിട്ട് തുറന്ന് കാണിക്കുന്നുണ്ട്. നുണ മാത്രം പറയുന്ന ഒരു കണ്ടസ്റ്റന്റ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ ഹാർഡ് വർക്ക് ആയിട്ട് ജിൻഡോ പറയുന്നത് അൻസിബയാണ്. ജിൻഡോ ആണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ അവിടുത്തെ താരം. ജാസ്മിനെ എണീപ്പിച്ച് നിർത്തുന്നു, അൻസിബെ എണീപ്പിച്ച് നിർത്തുന്നു, ജിൻഡോയെ എണീപ്പിച്ച് നിർത്തുന്നു. ഇത് ജിൻഡോ അവരോട് രണ്ടുപേരോടും മാറി മാറി ഇരുന്ന് സംസാരിച്ച കാര്യങ്ങൾ പറയുന്നുണ്ട്. ഷോ ഡയറക്ടർക്ക് ജിൻഡോയെ എക്സ്പോസ് ചെയ്യണം എങ്ങനെയും. പക്ഷെ പുള്ളി നല്ല വിദഗ്ധമായിട്ട് ഗെയിം കളിച്ച് അവിടെയും സ്കോർ ചെയ്യുന്നുണ്ട്. കയ്യടി വാങ്ങുന്നുണ്ട്. ഗാലറിയിലൊക്കെ വൻ റെസ്പോൺസ് ആണ്. ജാസ്മിനോട് ഫയർ ആവാൻ പറഞ്ഞു, അൻസിബയോട് ഫയർ ആവാൻ പറഞ്ഞു. അതിലെന്താണ്, അവിടുത്തെ കുറ്റം ഇവിടെയും ഇവിടുത്തെ കുറ്റം അവിടെയും ചെന്ന് പറഞ്ഞു. അവനെ ചെയ്യാൻ പാടില്ല എന്ന് ബിഗ് ബോസിന്റെ നിയമാവലിയിൽ ഒന്നും എഴുതിയിട്ടൊന്നുമില്ലല്ലോ. ലാലേട്ടൻ ചോദിക്കുമ്പോഴൊക്കെ പുള്ളി ഈ രീതിയിൽ തന്നെയാണ് പറയുന്നത്. നല്ല ഒന്നാന്തരമായിട്ട് വഴുതി പോകുന്നുണ്ട്. നല്ല സ്പേസ് കൊടുക്കുന്ന പോലെ തോന്നുന്നുണ്ട് കേട്ടോ പതിവില്ലാതെ. എന്തായാലും ഹാപ്പിയാണ്. ജിൻഡോ ആണ് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങിയപ്പോൾ മുതൽ. കൂടുതൽ അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും